മക്കളെ, ജെറുസലം വചനക്കൂടാരത്തിൽ നിന്നും 3 മിനിറ്റിൻ്റെ പ്രാർത്ഥനയ്ക്കായി ഇതാ ഒരു വലിയ സമൂഹം ഉണർന്നു കഴിഞ്ഞു. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും കോടി അർച്ചനയിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. മാതാവ് ഇടപെട്ട എത്രയോ സന്ദർഭങ്ങളല്ലേ. തീർച്ചയായിട്ടും മാതാവിൻ്റെ ജന്മത്തിരുനാളിൽ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് നമുക്കുണ്ടാകട്ടെ. മാതാവ് തിരസ്കരിച്ച വഴികളിലൂടെയാണ് നമ്മെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് ഇന്നത്തെ തിരുവചനത്തിനായി എവിടെയെല്ലാം ഇരുന്ന് ഈ വചനം ശ്രവിക്കുന്നുവോ അവിടെ പക്കലേക്കെല്ലാം മാതാവ് കടന്നു വരട്ടെ. ഇന്ന് ഈശോ തരുന്ന വചനം 1 പത്രോസ് 3:10. വളരെ ശ്രദ്ധിക്കുക. ശ്രദ്ധയോടുകൂടിയിട്ട് വചനം പറയുന്ന സമയത്ത് ഈശോ നാം ഇരിക്കുന്ന സ്ഥലത്തും നമ്മളായിരിക്കുന്ന സ്ഥലത്തും ഇങ്ങനെ വലിയ ഭരണം നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതാ കർത്താവിൻ്റെ വചനം പറയുന്നു: ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ, ശ്രദ്ധിക്കുക, തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് അധരത്തെയും നിയന്ത്രിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മാതാവ് തിരസ്കരിച്ച 8ാമത്തെ മേഖലയാണ് പരാതി പറയുക എന്ന് പറയുന്ന അവസ്ഥ. തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജം പറയുന്ന അധരത്തെയും നിയന്ത്രിക്കുന്നവർക്ക് മാത്രമേ പരാതി പറയുന്ന രക്ഷ പ്രാപിക്കാൻ സാധിക്കുക. ഒന്നിനെക്കുറിച്ചും ആരെയും കുറിച്ചും ഒരു പരാതിയും പറയാത്ത ഒരേ ഒരു സ്ത്രീ രക്തമുണ്ടെങ്കിൽ അത് പരിശുദ്ധ കന്യാമറിയമാണ്. ഒന്ന് ഓർത്തു നോക്കിയേ. ബേഥലേമിലേക്ക് നിറവയറുമായി പോയപ്പോൾ മാതാവ് ഒരു പരാതിയും പറഞ്ഞില്ല. ഈജിപ്തിലേക്ക് യാത്രയായപ്പോൾ മാതാവ് പരാതി പറഞ്ഞില്ല. തൻ്റെ മകനെ കുരിശും വഹിച്ച് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ ഹൃദയങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ഒരു പരാതിയും പറഞ്ഞില്ല. ഒരു വലിയ കുറ്റക്കാരനെ പോലെ കുരിശിൽ തറച്ച് കൊന്നപ്പോഴും ഒരു പരാതിയും പറഞ്ഞില്ല. നമ്മളോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. തിരുത്തലുകൾ നൽകുമ്പോൾ, ഉപദേശങ്ങൾ നൽകുമ്പോൾ, ശാസനകൾ നൽകുമ്പോൾ, സഹായങ്ങൾ നൽകുമ്പോൾ ഒരു ചെറു പുഞ്ചിരി പോലും സമ്മാനിക്കാതെ ബന്ധങ്ങളെ നിഷ്കരുണം വെട്ടിമുറിച്ചവരൊക്കെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നില്ലേ? ഇതാ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തിന്മയിൽ നിന്ന്, പരാതി പറയുന്ന സ്വഭാവത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കാൻ. കർത്താവായ ഈശോയെ, നിൻ്റെ പ്രത്യേകമായിരിക്കുന്ന സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഞങ്ങൾ ഓരോരുത്തരും നിറയട്ടെ. വിശുദ്ധ വിയാനി പുണ്യവാനെ, നിൻ്റെ പ്രത്യേകമായ സംരക്ഷണം ഈ സമൂഹത്തിന് നൽകണമേ. വിശുദ്ധ ബെനഡിക്റ്റ്, നിൻ്റെ പ്രത്യേകമായ സാന്നിധ്യം നൽകി അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കാൻ പരിശുദ്ധ അമ്മയെ വരണമേ. വലിയ വില കൊടുത്ത് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരായ ഞങ്ങളെ പിശാചിൻ്റെ ക്രൂര ഭരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.